ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം 2024 ജനുവരി 1-ാം തീയതി എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു ദിവസമായിരുന്നു. മാത്യുവിൻ്റെയും 13 പശുക്കൾ അവരുടെ തൊഴുത്തിൽ തന്നെ വീണ് പെടഞ്ഞ് മരിച്ച ഒരു വാർത്തയാണ് നമ്മളന്ന് രാവിലെ. അകിടുവീക്കം വന്നാലോ അല്ലെങ്കിൽ ഒരു തീറ്റ എടുക്കാതെ വന്നാലോ നമ്മൾ അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദം, മാനസിക വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സോഡാപ്പൊടി, ഒരു തീപ്പെട്ടിക്കൂട് അളവിൽ സോഡാപ്പൊടി കൊടുക്കുക. നമുക്കനെ വേരും ഇലയും തണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് അരച്ചെടുക്കുക. അരച്ച് പദാർത്ഥങ്ങളിൽ 1 കിലോ നമ്മൾ നോക്കുമ്പോൾ അതിലൊരു 40 മില്ലിഗ്രാം സയനൈഡിന്റെ അംശം ഉണ്ട് എന്ന് പറയുന്നത്. സന്തോഷം നൽകുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ഈ ഒരു നഷ്ടം, ആ ഒരു മാനസികമായിട്ടുള്ള വിഷമം അല്ലെങ്കിൽ ഒരു നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റില്ല. കലർന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ സയനൈഡ് അംശം ഉള്ള വിഷസസ്യങ്ങൾ മൃഗങ്ങളിലെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അവയുടെ ഓക്സിഡേറ്റീവ് മെറ്റബോളിസത്തിനെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. അങ്ങനെ ക്ഷീരകർഷക സുഹൃത്തുക്കളും ഇതുപോലൊരു ദുരന്തം ഇനി ഒരിക്കലും ഒരു ക്ഷീരകർഷകനും ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള